ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഫോറക്സ് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. ഓട്ടോമാറ്റിക് ബോട്ടിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത് നമ്മൾ നോക്കാൻ പോകുന്നത്, ഞാനിപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടൊരു സ്കാൽപ്പർ ബോട്ട് അപ്ഡേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റഡ് വേർഷനാണ്. അത് നമ്മൾ ബൈ ഓൺലി അല്ലെങ്കിൽ സെൽ ഓൺലി മാത്രമാണ് എടുത്തിരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ബോത്ത് രണ്ടും ഒരുമിച്ച് എടുക്കും. അതുപോലെ തന്നെ അതിൽ ADX ഫിൽറ്ററും കൂടിയും ആഡ് ചെയ്തിട്ട് നമുക്ക് ട്രെൻഡിനനുസരിച്ച് ബൈ മാത്രം എടുക്കും. അതുപോലെ തന്നെ സെല്ല് ഓട്ടോമാറ്റിക് എടുക്കും. നമുക്ക് ബൈയും സെല്ലും സെപ്പറേറ്റ് ഓണാക്കി കൊടുക്കണമെന്നില്ല. അപ്പം ഞാനിത് ഇപ്പോൾ റീസെൻ്റായിട്ട് ടെസ്റ്റ് ചെയ്തിരുന്നത്, ഇപ്പോൾ ഗോൾഡിൽ നിന്നും ഞാൻ ജസ്റ്റ് ഒന്ന് മാറിയിരുന്നു. അത് മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്തിരുന്നു, ETH USDയിൽ എതേറിയം USDയിൽ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് ഞാൻ അവിടെ കാണിക്കുന്നത്. ഞാൻ 10-ാം തീയതിയാണ്, ഏകദേശം 8 ദിവസമായി. കഴിഞ്ഞ ആഴ്ച ആണ് ഒരു $500 അക്കൗണ്ട്, റിയൽ അക്കൗണ്ട് ഞാൻ ടോപ്പപ്പ് ചെയ്ത് ഈ ബോട്ട് കണക്ട് ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ $500 ഇട്ടിരുന്നത്. $619 $619 ആയിട്ടുണ്ടത്. അപ്പോൾ അതിൽ ഞാൻ ഇങ്ങനെയാണ് ഇതിൻ്റെ ട്രേഡുകൾ എടുത്തിരിക്കുന്നത്. അതൊക്കെ ഓട്ടോമാറ്റിക് തന്നെയാണ്, ഞാനൊന്നും മാനുവലായിട്ട് ചെയ്തിട്ടില്ല. $119 ഇതിൽ പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് ചെറിയൊരു 10, ഇപ്പോൾ ഇതേറിയ നമുക്കറിയാം ഏകദേശം 2300 സംതിങ് ആണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ 10 പോയിൻ്റ് മുകളിലേക്ക് ടാർഗറ്റും അതുപോലെ തന്നെ 20 പോയിൻ്റ് താഴേക്ക് അത് മാറ്റെങ്കിൽ തന്നെ 0.0, ഇത് 0.10 ആണ്. അപ്പോൾ അഡീഷണലായിട്ട് നമുക്ക് ആവറേജിങ് സിസ്റ്റം രീതിയിലാണ്. 2 രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ആവറേജ് ഇല്ലാതെ ഒറ്റ പൊസിഷന് നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആവറേജിങ് എന്ന രീതിയിൽ നമുക്ക് അഡീഷണൽ പൊസിഷൻ ആഡ് ചെയ്യാനും പറ്റും. അപ്പോൾ ആ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ ഒരു ബോട്ട് വർക്ക് ചെയ്യുന്നതെന്ന് പറയാം. ഇത് MT5 നിങ്ങൾക്ക് മൊബൈലിൽ ചെയ്യാൻ കഴിയില്ല, ഇത് കമ്പ്യൂട്ടറിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ VPS നിങ്ങൾക്ക് 24 hours ഇത് റൺ ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ VPS ആഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്കൊരു ടൈം, ഇപ്പോൾ ഏഷ്യനിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ന്യൂയോർക്ക്, ലണ്ടൻ, ഈ 3, ഇപ്പോൾ ന്യൂയോർക്കിലൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ വൈകുന്നേരം വന്നിട്ട് ജസ്റ്റ് ഇത് ബോട്ട് ഓണാക്കി കൊടുത്താൽ മതി. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും ബോട്ട് ട്രേഡ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇതേപോലെ തന്നെ ഏകദേശം ഒരു $1000 ഇട്ടിട്ട് ETH തന്നെ ഞാൻ ക്വാണ്ടിറ്റി കൂട്ടി എടുത്തിരുന്നു. അതിൽ ഏകദേശം 641, ഏകദേശം 0.25 ആണ് ക്വാണ്ടിറ്റി എടുത്തിരുന്നത്. അപ്പോൾ അതിൽ ഞാൻ മുമ്പ് US ഓയിലും കൂടി ഇതിൽ ആഡ് ചെയ്തിരുന്നു. മുമ്പ് US ഓയിലും കൂടി ഇതേറിയം മാത്രമല്ല US ഓയിലും കൂടി എടുത്തിരുന്നു. അതുപോലെ ഗോൾഡും കുറച്ച് എടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും ഏകദേശം 1300 ഇട്ടിരുന്നു. ഏകദേശം $384 പ്രോഫിറ്റ് ഇതിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഒരു അക്കൗണ്ട് നോക്കണത് $1600 അക്കൗണ്ടാണ്. ഇത് $500 ഞാനിപ്പോൾ റീസെൻ്റായിട്ട് അപ്ലോഡ് ചെയ്തത്. ഈ ഒരു ബോട്ട് റീസെൻ്റായിട്ട് അപ്ഡേറ്റ് ചെയ്തത് ഈ ഒരു അക്കൗണ്ടിലായിരുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് 2 രീതിയിൽ USD അക്കൗണ്ടിലും സെൻഡ് അക്കൗണ്ടിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. USD അക്കൗണ്ട് ചെയ്യുമ്പോൾ മിനിമം $100 ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇത് 0.10 ആണ്. എതേറിയത്തിൽ 0.10 ആണ് ഇതിൽ ക്വാണ്ടിറ്റി. 0.01 ഒക്കെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, 0.02 ഒക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് $100 എടുത്താൽ മതി. അപ്പോൾ ചെറിയ പ്രോഫിറ്റ്. ഇത് നമുക്കറിയാം എതേറിയം എന്ന് പറയുന്നത് 10 എടുത്താലും നിങ്ങൾക്ക് 10 പോയിൻ്റ് മേലോട്ട് പോയി കഴിഞ്ഞാൽ 100 USD മാത്രമേ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ. ഗോൾഡും നിങ്ങൾക്ക് ചെയ്യാം, US ഓയിൽ ചെയ്യാം. അതുപോലെ തന്നെ മറ്റുള്ള ഏത് സ്ക്രിപ്റ്റും നിങ്ങൾക്ക് ഈ ഒരു ബോട്ട് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ബോട്ടിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് ഇത് ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു അപ്ഡേറ്റഡ് വേർഷൻ ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെലഗ്രാമിൽ പോയി കഴിഞ്ഞാൽ അതിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഓൾറെഡി ആക്റ്റീവായിട്ടുള്ള പൊസിഷൻസ് ഉണ്ട്. ഇവിടെ ഉണ്ടോ 2 പ്രൊവിഷനോ, ഒന്ന് 2346 ഓപ്പൺ ആയത്. അത് പിന്നെ 20 പോയിൻ്റ് താഴ്ന്നപ്പോൾ 2326 ഒരു പോയിൻ്റ് എടുത്തു. അപ്പോൾ ഇവിടെ 10 പോയിൻ്റ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് രണ്ടാമത്തെ പോയിൻ്റ് എടുത്തപ്പോൾ ഇവിടെ 2346 രണ്ടിൻ്റെയും ടാർഗറ്റ്. ആ രീതിയിലായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്. ഇത് നമുക്കിത് എങ്ങനെയാണ് ഈ സ്ട്രാറ്റജി വർക്ക് ആവുന്നതെന്ന് ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മൾ ഇതിൽ ഞാൻ മുമ്പ് നമുക്ക് ജസ്റ്റ് ബൈ ആൻഡ് സെല്ല് ജസ്റ്റ് ആവറേജിങ് മാത്രമായിരുന്നു. അത് ഏത് ട്രെൻഡ് അനുസരിച്ചൊന്നും അതിൽ ജസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ട് അത് ചെയ്തിരിക്കുന്നത് നമുക്ക് ADX ഫിൽറ്ററും കൂടിയും അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ADX ഫിൽറ്റർ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഇൻഡിക്കേറ്ററിൽ പോയിട്ട് ADX എന്ന് അടിച്ചാൽ മതി. ഓക്കെ, ADX ആൻഡ് DI ആണ് എടുക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് അത് കിട്ടുള്ളൂ.
ADX ആൻഡ് DE എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഈ ഒരു ബ്ലൂ ലൈനാണ് നമുക്ക് ADXൻ്റെ വാല്യൂ കണക്കാക്കുന്നത്. ഇപ്പോൾ ഈ ADXൻ്റെ വാല്യൂ നമുക്ക് നമ്മുടെ ബോട്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്കൊരു 20ൻ്റെ മുകളിലാണ് ഒരു ഡയറക്ഷൻ മുകളിലേക്ക് ട്രെൻഡ് കണക്കാക്കുന്നത്. 20ക്ക് താഴെയാണെങ്കിൽ ഡയറക്ഷൻ ഇല്ല, ജസ്റ്റ് ഒരു കൺസോൾട്ടേഷൻ മൂവ്മെൻ്റ് ആയിരിക്കുമെന്നാണ് കാണിക്കുന്നത്. അത് നമുക്ക് അതനുസരിച്ച് വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത്, ഇവിടെ ഒരു ഗ്രീനും കാണാം നിങ്ങൾക്ക്, അതുപോലെ തന്നെ റെഡും കാണാം. അപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഗ്രീൻ ലൈന് താഴെയാണെങ്കിൽ, റെഡ് ലൈന് താഴെയാണെങ്കിൽ അത് ഡൗൺ ട്രെൻഡാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ബോട്ട് സെൽ ട്രേഡുകൾ മാത്രമായിരിക്കും ഓപ്പൺ ചെയ്യിക്കുക, ബൈ ട്രേഡ് ആക്റ്റീവ് ആവില്ല. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ സെൽ ട്രേഡുകൾ ആക്റ്റീവ് ആയിട്ടുണ്ട്. പക്ഷേങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു സെൽ ട്രേഡ് ആക്റ്റീവ് ആയിട്ടുണ്ടെങ്കിലും ഈ ഒരു ക്രോസിങ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു സെൽ ട്രേഡുകൾ ക്ലോസ് ചെയ്തിട്ട് ബൈ ട്രേഡിലേക്ക് മാറും. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു ഗ്രീൻ ലൈന് മുകളിലാണ്. അപ്പോൾ സെൽ ട്രേഡുകൾ ഇപ്പോൾ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്ലോസിങ് കിട്ടിക്കഴിഞ്ഞാൽ, ക്യാൻഡിൽ ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സെൽ ട്രേഡ് എല്ലാം ക്ലോസ് ആയിട്ട് ബൈ ട്രേഡിലേക്ക് വരും. പിന്നെ ബൈ ഇങ്ങനെ നമുക്ക് എത്ര പോയിൻ്റാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് ബൈ മാത്രമേ എടുക്കുള്ളൂ. ബൈ എടുത്തെടുത്ത് ലാസ്റ്റ് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ചിലപ്പോൾ ലോസിലാണെങ്കിലും പ്രോഫിറ്റിലാണെങ്കിലും ഇവിടെ നമുക്കൊരു ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ഡൗൺ ട്രെൻഡ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ആ ഒരു പൊസിഷൻ കട്ടൗട്ട് ആവും. എന്നിട്ട് നമുക്ക് സെൽ ട്രേഡുകൾ എടുത്ത് ഇങ്ങനെ പോകും. ആ രീതിയിലാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ എതേറിയത്തിലാണ് കൂടുതൽ ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഭയങ്കര ഗോൾഡ് വോൾട്ടൈൽ ആകുന്നതുകൊണ്ട് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇനി ഗോൾഡിൽ നല്ല സെറ്റിങ്സൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഇപ്പോൾ ഞാൻ ADX ഞാൻ 4 ഹവറിലാണ് നോക്കൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ടൈം ഫ്രെയിമിൽ വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചാർട്ട് 1 മിനിറ്റിലും 5 മിനിറ്റിലും ഒക്കെ ചെയ്യാൻ പറ്റും. അതനുസരിച്ചായിരിക്കും വരിക. അപ്പോൾ നിങ്ങൾ MT5 ആപ്ലിക്കേഷൻ എടുക്കുക. ഇപ്പോൾ ടെലഗ്രാമിൽ ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ ഈ ഒരു ADX ആഡ് ചെയ്തിട്ടുള്ള വേർഷൻ ഞാനിതിൻ്റെ ടെസ്റ്റർ ഫയൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ യാതൊരു അതുമില്ല. ജസ്റ്റ് MT5 നിങ്ങളുടെ മൊബൈലിൽ പറ്റില്ല, നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, അതുവഴി ഇപ്പോൾ എങ്ങനെയാണ് അത് ബാക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് ഞാൻ പറയാം. ആദ്യം നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള എല്ലാ ചാർട്ടും നമ്മൾ ക്ലോസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് സ്ക്രിപ്റ്റിലാണ്, അപ്പോൾ ETH ആണെങ്കിൽ ETH, ഗോൾഡ് ആണെങ്കിൽ ഗോൾഡിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഗോൾഡിൽ ഈ ഒരു വാച്ച് ലിസ്റ്റിൽ നിങ്ങൾക്ക് ഗോൾഡ് വേണം, അപ്പോൾ അത് ആഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഈ ചാർട്ട് വിൻഡോ ഓണാക്കി കൊടുക്കുക. ഇത്ര ആദ്യം ചെയ്യുക. അതിനുശേഷം ഞാൻ ടെലഗ്രാമിൽ തന്നിരിക്കുന്ന ഫയൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം കോപ്പി ചെയ്യുക. കോപ്പി ചെയ്ത ശേഷം ഫയൽ എന്ന് പറഞ്ഞ ഭാഗത്ത് വന്നിട്ട് ഓപ്പൺ ഡാറ്റ ഫോൾഡറിൽ വരിക. അതിനുശേഷം MQL 5 വന്നിട്ട് ഇവിടെ എക്സ്പേർട്ടിൽ വന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. നെറ്റ്വർക്ക് സ്കാൽപ്പർ ADX ടെസ്റ്റർ എന്ന് കാണുന്ന ഒരു ഫയലാണ്. ആ ഫയൽ പേസ്റ്റ് ചെയ്ത ശേഷം ഇത് ക്ലോസ് ചെയ്യുക. നെക്സ്റ്റ് ഇവിടെ നമ്മൾ റിഫ്രഷ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ പേസ്റ്റ് ചെയ്ത ഫയൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ADX ടെസ്റ്റർ. ഈ ADX ടെസ്റ്റർ നിങ്ങൾ ലൈവ് ടെസ്റ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്കാവില്ല. കാരണം അത് ടെസ്റ്റ് ഫയൽ മാത്രമാണ്. നിങ്ങൾക്ക് വർക്കാവുന്ന ഒറിജിനൽ ഫയൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ റെഫറിലേക്ക്, നിങ്ങൾക്ക് ഓൾറെഡി XNS അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെഫറിലേക്ക് മാറാം. അല്ലെങ്കിൽ പുതിയ XNS, ഇന്ത്യയിൽ പുറത്താണെങ്കിൽ നിങ്ങൾക്ക് XNS ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാറിലോ അൽപ്പാരിലോ പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് എൻ്റെ റെഫറിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇത് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എൻ്റെ റെഫറിലേക്ക് മാറേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഏത് ബ്രോക്കറിലാണെങ്കിലും ഏത് അക്കൗണ്ട് ആണെങ്കിലും നിങ്ങൾക്ക് MT5 അക്കൗണ്ടിൽ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ADX ടെസ്റ്റർ എന്നുള്ളത് റൈറ്റ് ക്ലിക്ക് കൊടുക്കുക. ഇവിടെ നമ്മൾ പറഞ്ഞു ഇവിടെ വാച്ച് ലിസ്റ്റിൽ വേണം, ചാർട്ടിലും വേണം. നിങ്ങൾ ഏത് ടൈം ഫ്രെയിമിലാണോ ആ ടൈം ഫ്രെയിം നിങ്ങൾക്ക് ഈ ടെസ്റ്റ് ഫയലിൽ ടെസ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും ഇൻ്റർഫേസ് വരിക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് താഴെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും കാണിക്കുക. അതിനുശേഷം ഇവിടെ നമ്മൾ ഏത് സ്ക്രിപ്റ്റാണോ നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നത്, XI USD ആണെങ്കിൽ അത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ടൈം ഫ്രെയിം സാധാരണ 1 മിനിറ്റ് ആണെങ്കിലും 5 മിനിറ്റ് ആണെങ്കിലും കുഴപ്പമില്ല. ഞാൻ 1 മിനിറ്റിലാണ് ടെസ്റ്റ് ചെയ്യൽ, 1 മിനിറ്റ് കൊടുക്കുക. അപ്പോൾ ഇത് ജസ്റ്റ് 1 മിനിറ്റ് ആണെങ്കിലും 5 മിനിറ്റ് ആണെങ്കിലും നമുക്ക് ട്രേഡ് എടുക്കുന്നത് ഒരേപോലെ തന്നെയാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഏത് ഇയർ ആണോ അല്ലെങ്കിൽ ഏത് മന്ത് ആണോ അത് കൊടുക്കുക, ടൈം പീരീഡ് കൊടുക്കുക. ശേഷം ഇൻപുട്ടിൽ വന്ന ശേഷം ഇൻപുട്ടിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ എന്താണെന്ന് മനസ്സിലാക്കി തരാം. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളായ രീതിയിൽ നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ട്, റിസൾട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ലൈവ് അക്കൗണ്ടിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക.
അപ്പോൾ റിസ്ക് കുറഞ്ഞ രീതിയിൽ നിങ്ങൾ ആദ്യം ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെൻഡ് അക്കൗണ്ടിൽ ഇത് വർക്ക് ചെയ്യിക്കാം, എല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇതിലുള്ള ഡിഫോൾട്ട് സെറ്റിങ്സ് മാറ്റി നിങ്ങൾക്ക് നിങ്ങളുടേതായുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളിതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്തൊക്കെ എന്താണ് പറയുന്നത്, അതനുസരിച്ച് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തി നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്കിത് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ ട്രേഡ് ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നത്, ബോത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ബൈയും സെല്ലും ഒരുമിച്ചെടുക്കും. നമ്മുടെ ADX ഫിൽറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ. അല്ല, ADX ഫിൽറ്റർ ഓഫായി കഴിഞ്ഞാൽ ഡയറക്റ്റ് സെയിം സമയം ആയിരിക്കും ബൈയും സെല്ലും എടുക്കുക. അതിന് ട്രെൻഡോ മറ്റു കാര്യങ്ങളോ നോക്കില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ലോട്ട് 0.01 ആണ് സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് മാർട്ടിംഗേലായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യണം. അഥവാ നിങ്ങൾക്ക് ഓരോ ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിൽ നിങ്ങൾക്ക് ഈ സ്റ്റാർട്ട് ചെയ്ത ലോട്ടിൻ്റെ ഡബിൾ കൊടുക്കണോ അല്ലെങ്കിൽ ത്രിബിൾ കൊടുക്കണോ എന്നൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് അലോ ചെയ്ത ശേഷം, ട്രൂ കൊടുത്ത ശേഷം നിങ്ങൾ ലോട്ട് മൾട്ടിപ്ലെയറിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ പൊസിഷനും ഇനി ഇതിൻ്റെ ഗ്യാപ്പ് വരുന്ന എല്ലാ സ്ഥലത്തും 0.01 തന്നെ ആയിരിക്കും. ഈ കൊടുത്തിരിക്കുന്ന ക്വാണ്ടിറ്റി മാത്രമായിരിക്കും കൊടുക്കുക. അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ × 1 ആയിരിക്കും കൊടുക്കുക. അപ്പോൾ 1 × 1 പറഞ്ഞാൽ എല്ലായിടത്തും 1 ആയിരിക്കും. ഇവിടെ നമ്മൾ 2 കൊടുക്കുകയാണെങ്കിൽ നെക്സ്റ്റ് പൊസിഷൻ 0.02 ആയിരിക്കും. അതിന് ശേഷമുള്ള പൊസിഷൻ 0.04 ആയിരിക്കും. പിന്നെ 16, 32 അങ്ങനെ ആയിരിക്കും വരിക. അപ്പോൾ റിസ്ക് കൂടിയ സംഭവമാണ്. അപ്പോൾ നിങ്ങൾ ഇത് മൾട്ടിപ്ലെയർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ 1 ഉപയോഗിച്ചാൽ മതി. അതിനുശേഷം ഗ്രിഡ് ഗ്യാപ്പ് നിങ്ങൾ XNSലാണെങ്കിൽ ഗോൾഡിലാണെങ്കിൽ 5 പോയിൻ്റ് എന്ന് പറഞ്ഞത് 500 അതുപോലെ തന്നെ ബാസ്ക്കറ്റ് TP അപ്പോൾ 500 എന്ന് പറഞ്ഞത് 5 പോയിൻ്റാണ്. ഇനി സ്റ്റാറൊക്കെ ആണെങ്കിൽ 5 പോയിൻറ്റിന് 50 ഉപയോഗിക്കേണ്ടത്. ഒരു 0 കുറക്കുക. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് എത്ര മാക്സിമം ഗ്രിഡ് ഓർഡർ വേണമെന്നുള്ളത് എത്ര എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ അത്രയും നമുക്ക് താഴേക്ക് വരുമ്പോൾ അത്രയും ഓർഡറുകൾ എടുക്കും. അപ്പോൾ 5 ആണെങ്കിൽ 5 ലെവലായിട്ടായിരിക്കും എടുക്കുക. പിന്നെ മാജിക് നമ്പർ നിങ്ങൾക്ക് 2-3 സ്ക്രിപ്റ്റിൽ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാജിക് നമ്പർ മാറ്റി കൊടുക്കുക. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ബാസ്ക്കറ്റ് TP എന്ന് പറഞ്ഞാൽ എത്ര ഡിസ്റ്റൻസിൽ TP വേണം. അപ്പോൾ 3 പോയിൻ്റ് ആണെങ്കിൽ XNSലാണെങ്കിൽ 300. അതുപോലെ തന്നെ ഇനി നമ്മുടെ സ്റ്റാറിലാണെങ്കിൽ 30. ഇനി ETH നിങ്ങൾ ഉപയോഗിക്കുന്നതാണെങ്കിൽ 10 പോയിൻറ്റിന് 100 കൊടുക്കേണ്ടത്, 20 പോയിൻറ്റിന് 200, 100 പോയിൻറ്റിന് 1000 ആ രീതിയിലായിരിക്കും വരിക. അപ്പോൾ നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് നിങ്ങൾ അതിൻ്റെ ഇത് നോക്കുക. ഇവിടെ നോക്കുക, ബാസ്ക്കറ്റ് TP ഉണ്ട്. ബാസ്ക്കറ്റ് TP എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ബാസ്ക്കറ്റ് SL ഉണ്ട്. ബാസ്ക്കറ്റ് SL എന്ന് പറയുന്നത് നിങ്ങൾ ടോട്ടൽ പൊസിഷന് ഇത്ര പെർസെൻറ്റേജ് നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ ഇത്ര പെർസെൻറ്റേജ് ആകുമ്പോൾ ഓട്ടോമാറ്റിക് കട്ടാവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു SL നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ബൈ സ്റ്റോപ്പ് ലോസ് ഉണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കിതിവിടെ വിസിബിൾ ഫിക്സഡ് SL ഉണ്ട്, ഇൻവിസിബിൾ ഫിക്സഡ് SL ഉണ്ട്. നിങ്ങൾക്കൊരു ഫിക്സഡ് SL നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാസ്ക്കറ്റ് TPക്കും പകരം നിങ്ങൾക്ക് അത് കൊടുക്കാൻ പറ്റും. അങ്ങനെയും ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ADX ഫിൽറ്ററാണ്. ADX ഫിൽറ്റർ ട്രൂ കൊടുത്തു കഴിഞ്ഞാൽ ADX ഫിൽറ്ററിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ADX ഫിൽറ്റർ ഞാൻ പറഞ്ഞു അതിൻ്റെ മുകളിലേക്ക് ഈ ADX ഫിൽറ്ററിൻ്റെ ലെവലും നോക്കും. അതുപോലെ തന്നെ ഗ്രീൻ ലൈന് മുകളിൽ വന്നാൽ ബൈ ട്രേഡും താഴെ വന്നാൽ സെൽ ട്രേഡും എന്നുള്ള രീതിയിലായിരിക്കും എടുക്കുക. ഓട്ടോമാറ്റിക് എടുക്കും നമ്മുടെ ബോത്ത് ഓണാക്കി കൊടുത്താൽ. അതുപോലെ ADX മിനിമം ലെവൽ 15 കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ആ ലെവലിൻ്റെ മുകളിൽ വന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ട്രേഡ് എടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഡെയിലി ഡ്രോ ഡൗൺ ഇത്ര വന്നു കഴിഞ്ഞാൽ ഇത്ര പെർസെൻറ്റേജ് അല്ല ഇത്ര ഡോളർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ അന്ന് ട്രേഡ് വേണ്ട എന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ ട്രൂ കൊടുത്ത ശേഷം നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പ്രോഫിറ്റ് അതുപോലെ ആ രീതിയിലാണ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഈ ഒരു സ്റ്റാർട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടും എടുക്കുന്നത് കാണാൻ പറ്റും. ഈ ഒരു രീതിയിലായിരിക്കും വരിക. ഇങ്ങനെ നമുക്ക് രണ്ടും ട്രേഡ് എടുക്കുന്നത് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ADXൻ്റെ ഈ ലെവൽ 4 അവർ ADX 4 അവർ നമുക്ക് ADX ആ ലെവലിൽ എത്ര ചാർട്ടിൽ കൊടുക്കേണ്ടത് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ SL ഈ പ്രൈസും അതുപോലെ TP നമ്മളിപ്പോൾ 500 കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ അല്ലേ വരുന്നത് എന്നൊക്കെ നമ്മൾ നോക്കുക. ഓക്കെ, ഫസ്റ്റ് ട്രേഡ് എടുക്കുമ്പോൾ 5 പോയിൻറ്റ്, പിന്നെ അത് നമ്മൾ റിപ്പീറ്റഡ് ട്രേഡ് എടുക്കുമ്പോൾ ഈ TP ഇങ്ങനെ ആവറേജ് ചെയ്ത് താഴേക്ക് വരും. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ ആയിരിക്കും എടുക്കുക. ബൈ ട്രേഡ് മാത്രമായിരിക്കും അതിന് മുകളിൽ ബൈ ട്രേഡ് ഇങ്ങനെ എടുത്ത് പോവുക. ഓക്കെ, അപ്പോൾ 10,000 to 110, 168 അപ്പോൾ പല രീതിയിലായിരിക്കും വരിക. അപ്പോൾ നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഇവിടെ പറഞ്ഞത് ഇവിടെ നമ്മൾ ADX ഫിൽറ്ററിൻ്റെ ഇവിടെ 4 അവർ എന്നുള്ളത് ഞാൻ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 അവർ കൊടുക്കാം, 15 മിനിറ്റ് കൊടുക്കാം, 30 മിനിറ്റ് കൊടുക്കാം. അതൊക്കെ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് നല്ല റിസൾട്ട് കിട്ടുന്നത് നിങ്ങൾ തന്നെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾ തന്നെ നോക്കാം.
ഓക്കെ, അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നതാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്, ഡിഫോൾട്ടായിട്ട് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ 1 hour കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ADX 1 hourൻ്റെ ആയിരിക്കും നോക്കുക. അപ്പോൾ 1 hourൽ നോക്കുകയാണെങ്കിൽ ചാർട്ട് 1 minute അതുപോലെ ADXൻ്റെ ലെവലുകൾ 1 hourലൊക്കെ. അപ്പോൾ ADXൻ്റെ ലെവൽ 1 hourന് ശേഷം ഇതുവരെ ഡൗൺ ട്രെൻഡാണ്. ഇനി ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 1 hourൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ബൈ ട്രേഡുകൾ എടുക്കും. ആ രീതിയിലാണ് ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്താണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ 1 hour കൊടുക്കാം, 4 hour കൊടുക്കാം. നിങ്ങൾ 50 minute താഴെ ഒന്നും കൊടുക്കാതിരിക്കുക. കാരണം പെട്ടെന്ന് ഏറ്റവും ബെറ്റർ 1 hour ഒക്കെ കൊടുക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലതാവുക. അതല്ല, നിങ്ങൾക്ക് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഈ ഒരു ചാർട്ടൊക്കെ മാറ്റി കൊടുത്തിട്ട് ഏതിലാണ് കൂടുതൽ റിസൾട്ട്, ഏതിലാണ് കൂടുതൽ നിങ്ങൾ റിസ്ക് റിവാർഡ് കിട്ടുന്നത്, അതുപോലെ തന്നെ ട്രേഡുകൾ ഏത് സമയത്താണെന്നൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ തന്നെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോഴാണ് നിങ്ങൾക്കിതിൽ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും ഇതെങ്ങനെയാണ് ബാക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് മനസ്സിലായില്ല. അപ്പോൾ അതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കത് റിസൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സ്ക്രിപ്റ്റിൽ നോക്കാം, നിങ്ങൾക്ക് GBPയിൽ നോക്കാം, അതുപോലെ തന്നെ ബിറ്റ്കോയിനിൽ നോക്കാം. അതിലേതെങ്കിലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്, നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് അതിൻ്റെ ഫയൽ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ, എൻ്റെ റെഫറിലേക്ക് മാറിയിട്ടുള്ള അക്കൗണ്ട് നമ്പർ അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ നിലവിലുള്ള ഉപയോഗിക്കുന്ന ആൾക്ക് ഇപ്പോൾ ഇത് അപ്ഡേറ്റഡ് വേർഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ടെലഗ്രാമിൽ തന്നെ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി. നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുക. അതുപോലെ തന്നെ ഇനിയിപ്പോൾ പുതിയ അക്കൗണ്ട് പോകുന്ന ആൾക്ക് എൻ്റെ റെഫറൽ ഉപയോഗിച്ച് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും ഇത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റേത്. അപ്പോൾ ഇത്ര ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും അങ്ങനെയൊന്നുമില്ല. ഞാൻ ഓരോന്ന് പരീക്ഷിച്ച് ഓരോ ബോട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്കത് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ തന്നെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾ ടൈം ഫിക്സ് ചെയ്യാം. കാരണം 24 hours ചിലപ്പോൾ പ്രവർത്തിച്ച് കഴിഞ്ഞാൽ നഷ്ടം തന്നെ ആയിരിക്കും. അപ്പോൾ ടൈം നോക്കിയ ശേഷം നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ച് ടൈം സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ റിയൽ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് എൻ്റെ റെഫറിലേക്ക് മാറേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് തീർച്ചയായും ഇത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ടെലഗ്രാം ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.